പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. കോടതി ആരംഭിക്കുന്നു. കേസ് വിളിക്കാനുണ്ടായിരുന്നു. അവൻ ഇന്നും അവന് മജിസ്ട്രേറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ തന്നെ വിളിക്കുന്നു. കേസ് നമ്പർ 323/12 ഒന്നാം കക്ഷി ഹൈഡ്രജൻ ഐഡി ഉണ്ടോ? ഹാജരുണ്ടെങ്കിൽ കയറി വരണം. കോടതിയാണെന്നൊരു ഓർമ്മ രണ്ടുപേരും വേണം. വീടാണെന്ന് വിചാരിച്ചതായിരുന്നു. ഇവിടുത്തെ വീടും എല്ലാം ഒന്ന് തന്നെ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് എനിക്ക് പഠനം പോലീസ് കോടതി ഞാൻ മാത്രമേ ഉള്ളൂ. മജിസ്ട്രേറ്റിന് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്വം. പേര് ഉന്നത ബന്ധപ്പെട്ടതാണ്. ഇപ്പം താഴ്ന്നവരായി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ തന്നാണ്. അടുത്ത ആളുടെ പേര് ഈ ഒറ്റ വാക്ക് എന്ന് തെറ്റിച്ചത്. ഐ ലവ് യു പറഞ്ഞ് ഞാൻ ഐ ലവ് യു. ഇവിടെ സമാധാനപരമായിട്ട് നിൽക്കണം. എന്താണ് പേര്? ഭവ്യം സ്വല്പം കൂടുതലാണ്. സംബന്ധിച്ചാലെങ്കിലും വെച്ചതാവും. എന്റെ കഷ്ടപ്പാടും അവർ ഒരാൾ കോടതിയിൽ ഒരാൾ ഒരു സമയം സംസാരിക്കും. നിങ്ങൾ ആര് സംസാരിക്കേണ്ട ഞാൻ സംസാരിക്കും. കൂടുതൽ സംസാരിക്കാൻ വന്നാൽ അഭിപ്രായം പോലും കേൾക്കാതെ നിങ്ങളെ തൂക്കിക്കൊല്ലാൻ ഞാൻ ഇതിനെക്കാളും നല്ലതാണ്. ഇപ്പൊ അതൊക്കെ പറയും. കാണുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കാര്യം പറയണം. അപ്പൊ ഞാൻ വഴിയെ നടന്നു പോകുമ്പോഴേ ഇറങ്ങി അങ്ങോട്ട് നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഒരുമിച്ചേ പോവുള്ളൂ. ഒരുമിച്ച് പോകും. ഇത് രണ്ടാക്കാനാണ് വന്നത്. അപ്പൊ ഞാൻ നോക്കാം. ഞാൻ പറയാം. ഞാൻ നടന്നു പോകുമ്പോ ഇവിടെ കോടതിയിൽ ഞങ്ങൾ നടന്നു പോകുമ്പോ ഇവളെ റിമോട്ട് എന്നാണ് വിളിക്കുന്നത്. എന്താണെന്നറിയോ? വീട്ടിലെ എന്നെ നിയന്ത്രിക്കുന്ന റിമോട്ട് എവിടെ എല്ലാവരും കളിയാക്കുവാണ്. ഹൈഡ്രജൻ പറയാനുള്ള ഈ മനുഷ്യൻ രാത്രി കിടക്കാൻ നേരത്ത് കിടക്കും. എന്നിട്ട് ഇങ്ങനെ രാവിലെ എണീക്കുമ്പോ വാ തുറന്ന് ഏത് നേരവും വാ തുറന്ന് രണ്ട് സൈഡിൽ കൂടെ ആളുകൾ ഒരുമിച്ച് എല്ലാ ദിവസവും ഉറങ്ങുമ്പോഴെങ്കിലും ഞാൻ വാ തുറക്കട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഒരു കുടുംബമായിട്ട് ഒരുമിച്ച് പോവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇല്ല അത് മാത്രമേ വാ തുറക്കണം മാത്രമേ ഞാൻ സഹിക്കാം. അങ്ങനെയുണ്ട്. അത് കാണാൻ നല്ല ആമ്പിള്ളേർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ പ്രശ്നമില്ല. നിങ്ങളെല്ലാവരും കേൾക്കണം. കോടതിയുള്ളത് ഞാൻ വാട്സപ്പിൽ റീൽ കണ്ടതാണ്. ഭാര്യമാരോട് സംസാരിച്ചാൽ ആരോഗ്യം കൂടുന്നത്. പക്ഷെ
ഭാര്യമാരോട് സംസാരിച്ചാൽ ആരോടും സ്വന്തം ഭാര്യയാണ്. പക്ഷെ ആരുടെ ഭാര്യ പറഞ്ഞില്ല. അതാണ് ഉദ്ദേശിച്ചത് സ്വന്തം ഭാര്യയാണ്. തലവേദനയ്ക്ക് ഡോക്ടർ പറഞ്ഞ് തലവേദന ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഇവിടെ ഡിവോഴ്സ് അന്തിമ തീരുമാനം എടുക്കാം. അത് മാത്രമല്ല, എപ്പോഴൊക്കെ വാ തുറന്നാലും എന്റെ അച്ഛനും അമ്മയും എപ്പോഴും എന്റെ അച്ഛനും അമ്മയും അതാണ്, നിന്റെ അച്ഛനും അമ്മയും ഇതാണ്. നിങ്ങൾക്ക് എന്റെ അച്ഛനും അമ്മയും മണ്ണിലേക്ക് കയറാൻ സമയം അവരാണെന്നെ പഠിച്ചത്. നമ്മൾ ഫ്രിഡ്ജോ ടിവിയോ കടയിൽ മേടിച്ചാൽ അത് കേരള ആരെ കുറ്റം പറഞ്ഞ് ഉണ്ടാക്കിയ കമ്പനിയല്ലേ. അതുകൊണ്ടാണ് കോടതി ഇവിടെ എനിക്ക് നീതി കിട്ടണം. അപ്പൊ ഒറ്റ കാര്യം ഒരു കാരണവശാലും നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇതുപോലെ ആകരുത് കുടുംബവും ഓക്കെ. ഇയാൾക്ക് വെഡിങ് ഡേറ്റ് ഓർമ്മയില്ല. വെഡിങ് ഡേറ്റ് ആ അത് ഞാൻ പറയാം. ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് ഏത് ഡേറ്റ് ആരും ഓർമ്മോ? എന്റെ കൂട്ടുകാർ അങ്ങോട്ട് പോയി പറഞ്ഞു. ഇവക്ക് ഇവളെ വീട്ടിൽ സഹായിക്കാൻ വേണ്ടി ഞാൻ വേലക്കാരി നിർത്തി. ഇവള് പറഞ്ഞു അവളെ ഞാൻ സഹായിച്ചു, ഒരിക്കൽ സഹായിച്ചു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എടുത്ത് പൂക്കി കൊടുക്കുന്നു. സ്വാഭാവികം സ്വാഭാവികം നമ്മൾ സഹായിക്കാൻ ഇനി ഞങ്ങളെ കേരളത്തിലുള്ള തീർച്ചയായും തീർച്ചയായും ഒരു കാരണവശാലും ഞാൻ ഒന്ന് ഇങ്ങോട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അയ്യോ പറ്റുന്നില്ലേ. അപ്പൊ ഒരുമിച്ചിരുന്ന എച്ചിനെയുമായിട്ടും ചേർന്ന് HIയെ വിഘടിച്ച് നിങ്ങളെ രണ്ടാക്കി മാറ്റി രണ്ട് കുടുംബങ്ങളാക്കി മാറ്റാൻ ഉത്തരവിടുന്നു. ഒരു ഉപദേശം കൂടി തരികയാണ്. ദയവ് ചെയ്ത് വേറെ ആരോടും ചേർന്ന് ആ കുടുംബം കൂടി ഇല്ലാതെ കോടതി